തൃശൂർ കൊടകര കുഴൽപ്പണ കേസിൽ ബി.ജെ.പി. മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് 24 നടത്തിയ നിർണായക വെളിപ്പെടുത്തലിൽ അന്വേഷണ സംഘം ഇന്ന് മൊഴി രേഖപ്പെടുത്തും. ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് കേസിൽ തുടരന്വേഷണത്തിന് അനുമതി ലഭിച്ചതോടെയാണ് മൊഴിയെടുക്കുക. അന്വേഷണ സംഘം തൃശൂർ പോലീസ് ക്ലബ്ബിൽ പ്രത്യേക യോഗവും ചേരുന്നുണ്ട്. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, 24 തിരൂർ സതീഷ് നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ തുടരന്വേഷണം നടക്കാൻ പോവുകയാണ്. എങ്ങനെയാകും അന്വേഷണ സംഘത്തിന്റെ നടപടികൾ? മറ്റു വിവരങ്ങൾ? പ്രവിധ നിർണായക വെളിപ്പെടുത്തലാണ് തിരൂർ സതീഷ് 24 നടത്തിയത്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ചാക്കുകെട്ടുകളിൽ ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പണം എത്തിച്ചുവെന്നും ഈ പണം എത്തിച്ചയാൾ ബി.ജെ.പി. ജില്ലാ അധ്യക്ഷനും സംസ്ഥാന അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും അത് താൻ നേരിൽ കണ്ടു, അതായത് കൂടിക്കാഴ്ച താൻ നേരിൽ കണ്ടു എന്നുള്ളതുമായിരുന്നു തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ. ഇതിലാണ് ഇപ്പോൾ ഒരു തുടരന്വേഷണ നടപടികളിലേക്ക് കടന്നിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ടാണ് സർക്കാർ വീണ്ടും ഈ കൊടകര കുഴൽപ്പണക്കേസിൽ ഒരു തുടരന്വേഷണത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 11 മണിക്കാണ് ഈ തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തുക. തൃശൂർ പോലീസ് ക്ലബ്ബിലാണ് ഈ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ നടക്കുന്നത്. അതിനു മുന്നോടിയായി തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേരുകയും ചെയ്യുന്നുണ്ട്. അതായത് ആരെയൊക്കെ ആയിരിക്കണം ഈ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഈ ചോദ്യം ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ചുള്ള വിശദമായ പട്ടിക അടക്കം ഈ പ്രത്യേക യോഗത്തിൽ നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് 11 മണിക്കാണ് ഈ തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തുക. പ്രവിധ. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.